നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ സ്ഥാനാർത്ഥികൾ ശക്തമായ പ്രചാരണം ആരംഭിച്ചു. LDF സ്ഥാനാർത്ഥി M. സ്വരാജ് എടക്കര പഞ്ചായത്തിലും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മുത്തേടം പഞ്ചായത്തിലുമാണ് ഇന്ന് പ്രചാരണം നടത്തുന്നത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വീടുകൾ കയറിയുള്ള വോട്ട് അഭ്യർത്ഥന ഇന്ന് നടത്തില്ല. പകരം പ്രധാന വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ പെരുന്നാൾ ദിവസമായ നാളേക്ക് ശേഷമായിരിക്കും പ്രചാരണം ആരംഭിക്കുക. വോട്ട് അഭ്യർത്ഥനയ്ക്കൊപ്പം ആരോപണ പ്രത്യാരോപണങ്ങൾക്കും നിലമ്പൂർ വേദിയാകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെയും ഇടത് നേതാക്കളുടെയും മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ UDF ക്യാമ്പ് ആയുധമാക്കുമ്പോൾ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള KC വേണുഗോപാലിന്റെ അടക്കം പ്രസ്താവനയാണ് LDF പ്രചാരണ വിഷയമാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അനന്തു ചേരുകയാണ്. അനന്തു, ഉപതെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിക്കുമ്പോൾ നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടവും കടുക്കുകയാണ്. വിവാദ പരാമർശങ്ങൾ ആയുധമാക്കിയാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ? നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചൂട് മാത്രമല്ല, ഈ കാലാവസ്ഥയും ചൂട് പിടിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നല്ല കനത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് തിരഞ്ഞെടുപ്പിന്റെ ചൂടും വർദ്ധിച്ചു വരുന്നത്. അതോടൊപ്പം നാളെ ഇപ്പോൾ പെരുന്നാളാണ്, അതിന്റെ തിരക്ക് കൂടിയുണ്ട്. ആ ഒരു തിരക്കുകൾക്കിടയിലും സ്ഥാനാർത്ഥികൾ ഈ വോട്ട് തേടുന്നതിന്റെ ഒരു തിരക്കുകളെല്ലാം കൂട്ടി പോകുന്നുണ്ട്. ആകെ നാളെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചെറിയൊരു അവധി കൊടുത്തിരിക്കുന്നത്. നാളെ പെരുന്നാളായതുകൊണ്ട് ചെറിയൊരു അവധിയുണ്ട്. ഇന്നിപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ചെറിയൊരു തിരഞ്ഞെടുപ്പ് വിരാമം വിട്ടിട്ടുണ്ട്, പ്രചാരണത്തിനൊരു വിരാമം വിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. നാളെയും പെരുന്നാളായതുകൊണ്ട് അതിനൊരു ചെറിയ മുടക്കമുണ്ടാവുമെന്നാണ് കരുതുന്നത്. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും LDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ ഇന്ന് മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നുണ്ട്. വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തുന്നുണ്ട്. ദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വരാജ് എടക്കര പഞ്ചായത്തിലും NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മുത്തേടം പഞ്ചായത്തിലുമാണ് ഇന്ന് പ്രചരണം നടത്തുന്നത്. രണ്ടുപേരും വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പലയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഈ വോട്ടർമാരെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നുണ്ട്. PV അൻവറിന്റെ കാര്യം പറയുകയാണെങ്കിൽ PV അൻവർ അല്പം കുറച്ച് സമയം മുൻപ് തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പണം നൽകി സഹായിക്കണം, തന്റെ കയ്യിൽ തെരഞ്ഞെടുപ്പിന് ചെലവാക്കാനുള്ള പണമില്ല, സ്വത്തുവകകളുണ്ട്, എന്നാൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് 1 രൂപ അല്ലെങ്കിൽ 10 രൂപ തന്റെ അക്കൌണ്ടിലേക്ക് നൽകണമെന്ന് നിലമ്പൂർ നിവാസികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു അഭ്യർത്ഥന വീഡിയോ പുറത്തുവിട്ടിരുന്നു. അത് ഈ അൻവറിനോട് പ്രഖ്യാപിക്കുന്ന ഐക്യദാർഢ്യമായി കണ്ടുകൊണ്ട് തങ്ങൾ കഴിയാവുന്ന 1 രൂപയാണെങ്കിൽ 1 രൂപ അല്ലെങ്കിൽ 10 രൂപ തന്റെ അക്കൌണ്ടിലേക്ക് ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥന നടത്തിയിരുന്നു. അങ്ങനെ ഒരു തന്ത്രപരമായ നീക്കവുമായി അൻവർ മുന്നോട്ട് പോകുന്നു. അൻവറിന്റെ പ്രചാരണം ആരംഭിച്ചിട്ടില്ല ഇതുവരെ. ഈ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഈ പ്രചരണത്തിലേക്ക് കടക്കുമെന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരുന്നത്. വിവിധ വിഷയങ്ങളിൽ ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. LDFും UDFും പരസ്പരം കൃത്യമായ രാഷ്ട്രീയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് LDF ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഒരു വിവാദത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ച് UDFനെ മണ്ഡലത്തിൽ ഒറ്റപ്പെടുത്തുക, ആ ഒരു പെൻഷൻ ഗുണഭോക്താക്കളുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു സംഗമമെല്ലാം LDF സംഘടിപ്പിച്ചു. അങ്ങനെയാണ് അവരുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം വോട്ട് തേടലും നടക്കുന്നുണ്ട്. UDF ആണെങ്കിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശങ്ങൾ ഇടത് നേതാക്കൾ മുഖ്യമന്ത്രി നടത്തിയ വിവാദ പരാമർശങ്ങൾ ആയുധമാക്കുന്നുണ്ട്. അതിനെ പൊതുജന മധ്യത്തിലെത്തിക്കുക, അതിനെ ചർച്ചയാക്കുക എന്നതാണ് UDFന്റെ തന്ത്രം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി വികസനം നിലമ്പൂരിൽ കൊണ്ടുവരുമെന്നുള്ള ഒരു കാര്യം മുൻനിർത്തിയാണ് കൊണ്ടുപോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങൾ നിലമ്പൂരിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് NDAയുടെ ശ്രമമെന്ന് ഉള്ള പ്രചരണ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. അങ്ങനെ 3 മുന്നണികളും വളരെ ശക്തമായ രീതിയിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. PV അൻവറിന്റേതായ രീതിയിലുള്ള പ്രചരണ രീതികളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആകെ കൂടി ഈ ഒരു കാലാവസ്ഥ ചൂടുപിടിക്കുന്നത് പോലെ തന്നെ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് കാലാവസ്ഥയും ചൂടുപിടിക്കുകയാണ്. നാളെ ഇപ്പോൾ പെരുന്നാളാണ്. അത് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ശക്തിയോടെ കൂടുതൽ മന്ത്രിമാരടക്കം മണ്ഡലത്തിലെത്തുന്നുണ്ട്. മുതിർന്ന താര പ്രചാരകരെത്തുന്നുണ്ട്. വിവിധ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ എത്തുന്നുണ്ട്. അവരെല്ലാം എത്തുന്നതോടുകൂടി മണ്ഡലത്തിന്റെ ചിത്രം തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. തിരഞ്ഞെടുപ്പ് ചൂട് കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും നിലമ്പൂരിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.